ഹായ് ഗൈസ്, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ നമ്മുടെ മുടിയിൽ ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങളും, അതായത് ഡാൻഡ്രഫ് ഒഴികെയുള്ള മുടി സംബന്ധമായ ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് നമ്മുടെ മുടി നല്ല തഴച്ചു വളരാൻ സഹായിക്കുന്ന റെഡൻസിൽ എന്ന് പറഞ്ഞൊരു സൂപ്പർ ഇൻഗ്രീഡിയൻ്റ് അടങ്ങിയിട്ടുള്ള 3 ഹെയർ റീഗ്രോത്ത് സെറംസ് ആണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ റെഡൻസിൽ എന്ന് പറയുന്നത്? നമ്മുടെ മിനോക്സിൽ ഇല്ലേ, മിനോക്സിലിന് പകരക്കാരനെ കണ്ടുപിടിച്ച ഒരു ഹെയർ റീഗ്രോത്ത് സെറമാണ്. കാര്യം മിനോക്സിൽ തന്നെ നല്ല എഫക്റ്റീവ്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ റെഡൻസിൽ കണ്ടുപിടിച്ചത് നിങ്ങൾക്ക് അറിയാമോ? ഈ മിനോക്സിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാം, മിനോക്സിൽ സൈഡ് എഫക്ട്സ് ഭയങ്കര കൂടുതലാണ്. കാര്യം ഇപ്പോൾ മിനോക്സിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോസ്റ്റിൽ ഡാൻഡ്രഫ് ഭയങ്കരമായിട്ട് കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ചില ആൾക്കാർക്ക് ഈ മിനോക്സിൽ നമ്മൾ യൂസ് ചെയ്ത് നിർത്തി കഴിയുമ്പം അവർക്ക് വന്ന മുടി അതുപോലെ തന്നെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ചില ആൾക്കാർ ഈ മിനോക്സിൽ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് നെഞ്ചുവേദന അനുഭവപ്പെടാറുണ്ട്. ചില ആളുകൾക്ക് ഈ മുഖമൊക്കെ നീര് വെച്ച് വരാറുണ്ട് നമ്മൾ മിനോക്സിൽ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതൊക്കെ ഈ മിനോക്സിലിൻ്റെ ഒരു ഡ്രോബാക്സ് ആണ്. കാരണം ഇത് വരാൻ കാരണം ഞാൻ മിനോക്സിൽ എങ്ങനെ വർക്കാകുമെന്ന് നിങ്ങൾക്ക് അറിയാമോ? നമ്മുടെ മിനോക്സിൽ നമ്മുടെ തലയിൽ ഏതെങ്കിലും ഭാഗത്ത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഭാഗത്തേക്ക് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും. അങ്ങനെ വർദ്ധിക്കുമ്പോൾ ആ ഭാഗത്തേക്ക് ന്യൂട്രിയൻസ് എത്തിച്ച് അവിടെ ഗ്രോത്ത് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ പെട്ടെന്ന് വർദ്ധിക്കുമ്പോഴാണ് നമ്മുടെ തലയ്ക്ക് ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ മിനോക്സിൽ സൈഡ് എഫക്ട്സ്. പക്ഷേ ഈ സൈഡ് എഫക്ട്സ് ഒന്നും നമ്മുടെ റെഡൻസിനില്ല. റെഡൻസിൽ എങ്ങനെ വർക്കാവുന്ന നിങ്ങൾക്ക് അറിയാമോ? നമ്മുടെ റെഡൻസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് ഇല്ലേ, ഹെയർ ഫോളിക്കിൾസിന്റെ സെൽസിനെ സപ്പോർട്ട് ചെയ്യും. ആ വഴി നമ്മുടെ മുടിയുടെ വളർച്ചാഘട്ടമായ അനാജൻ ഫേസിനെ ഇത് ദീർഘിപ്പിക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനെയാണ് റെഡൻസിൽ നമ്മുടെ സ്കാൽപ്പിൽ വർക്കാവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. മിനോക്സിൽ അപേക്ഷിച്ച് നമുക്ക് സൈഡ് എഫക്ട്സും വളരെ കുറവാണ്, തീരെ ഇല്ലെന്ന് തന്നെ പറയാം. നമുക്ക് സേഫ് ആയിട്ട് ലോങ് ടൈം യൂസും ചെയ്യാം. അത് മാത്രമല്ല മിനോക്സിന് ചെറുതായിട്ട് എണ്ണമയം കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും റെഡൻസിനില്ല. അതുപോലെ ഫാസ്റ്റ് അബ്സോർബിങ്, നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അബ്സോർബ് ആകുകയും ചെയ്യും. ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഫുള്ളി അബ്സോർബ് ആകും. അപ്പോൾ അതൊക്കെ റെഡൻസിലിൻ്റെ ഒരു പോസിറ്റീവാണ്. അപ്പോൾ ഇതൊക്കെയാണ് റെഡൻസിലിൻ്റെ ഗുണങ്ങൾ. അപ്പോൾ ഈ റെഡൻസിൽ അടങ്ങിയ സെറംസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ 2 മാസമൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നമുക്ക് വരുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങളുടെ മുടി കൊഴിച്ചിട്ടില്ലേ, അത് പൂർണ്ണമായി നിൽക്കും. അതുപോലെ തന്നെ മുടി പോയ ഭാഗത്ത് പുതിയ മുടികൾ വളരാൻ തുടങ്ങും. അതുപോലെ നമ്മുടെ ഹെയർ ഡെൻസിറ്റി നന്നായിട്ട് വർദ്ധിക്കും. നമ്മുടെ ഹെയർ നല്ല സ്ട്രോങ് ആക്കും. നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് നന്നായിട്ട് സ്ട്രോങ്ങും ഹെൽത്തി ആക്കും. അതുപോലെ തന്നെ ഇത് പുരുഷന്മാർക്ക് സ്ത്രീകൾക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ റെഡൻസിൽ അടങ്ങിയ സെറംസ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ 2 months ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്. അപ്പോൾ എന്താണ് റെഡൻസിൽ? അപ്പോൾ റെഡൻസിൽ സെറംസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബെനിഫിറ്റ്സ് എന്താണ്? അപ്പോൾ എന്താണ് റെഡൻസിലും മിനോക്സിലും നമ്മുടെ ഡിഫറൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ 3 റെഡൻസിൽ സെറംസ് ആണ്. ഒന്നാമത്തെ പിൽഗ്രിം എന്ന ബ്രാൻഡിന്റെ റെഡൻസിൽ അനാഗിൻ അഡ്വാൻസ് ഹെയർ ഗ്രോത്ത് സെറം. രണ്ടാമത്തെ സോൾഫ്ലവർ എന്ന ബ്രാൻഡിന്റെ റോസ്മേരി റെഡൻസിൽ ഹെയർ ഗ്രോത്ത് സെറം. മൂന്നാമത്തെ ബ്രില്ലേർ എന്ന ബ്രാൻഡിന്റെ കഫൈൻ ആൻഡ് റെഡൻസിൽ സ്കാൽപ്പ് സെറം. അപ്പോൾ ഈ 3 സെറംസ് കണ്ടല്ലോ, ഈ 3 സെറംസ് നിങ്ങളുടെ അഫോർഡബിൾ, അതായത് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് യൂസേജ് നമുക്ക് ഡെയിലി 2 നേരം യൂസ് ചെയ്യാം, രാവിലെയും രാത്രിയും യൂസ് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഇപ്പം നിങ്ങൾക്ക് പുറത്തു പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പുറത്ത് പോകുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യണം. രാത്രി കുഴപ്പമില്ല. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്ന രീതി പറഞ്ഞാൽ ഒരു 1 to 2 ml എന്ന് പറഞ്ഞാൽ 8 to 10 ഡ്രോപ്സ് വേണം സെറം എടുക്കാൻ. എന്നിട്ട് നിങ്ങളുടെ ഏത് ഭാഗത്താണോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത് ആ ഭാഗത്ത് അപ്ലൈ ചെയ്തിട്ട് 2 to 3 minutes ലൈറ്റായിട്ടൊന്ന് മസാജ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ രാവിലെയും രാത്രിയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേരം നിങ്ങൾ മസ്റ്റ് ആയിട്ട് സെറം അപ്ലൈ ചെയ്യണം. ഇങ്ങനെ വേണം നിങ്ങൾ 2 മാസം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. എന്നാലേ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റത്തുള്ളൂ. ഡിഫറൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പതുക്കെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ വീക്കിലി 7 days ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് മന്ത് ആകുമ്പോൾ അത് 6 days ആക്കുക. അതിൻ്റെ അടുത്ത മാസം നിങ്ങൾ 5 days ആക്കുക. അങ്ങനെ ഓരോ മാസം കൂടുമ്പോഴും ഓരോ ദിവസം കുറച്ച് കൊണ്ടുവന്ന് 2 ദിവസമാക്കി നിർത്തുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് വീക്കിലി 2 times ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം, അല്ലെങ്കിൽ അത് ഒന്നുകൂടെ കുറച്ച് 1 day ആക്കിയിട്ട് പൂർണ്ണമായി നിർത്താം. ഞാൻ പറഞ്ഞ നിങ്ങൾ വീക്കിലി 1 അല്ലെങ്കിൽ 2 times വെച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ. കാര്യം റെഡൻസിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വന്ന മുടിയിഴകൾ പോകത്തില്ലെന്നാണ് അവർ ഗ്യാരണ്ടി ചെയ്യുന്നത്. പക്ഷേ ഇൻ കേസ് ചില ആൾക്കാർക്ക് പോകുന്ന ടെൻഡൻസി കാണുകയാണെങ്കിൽ നിങ്ങളത് വീക്കിലി 2 times വെച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോകാവുന്നതാണ്. നിങ്ങൾക്ക് ലോങ് ടൈം യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നും ഡാൻഡ്രഫോ കാര്യങ്ങളൊന്നും വരത്തില്ല മിനോക്സിൽ അപേക്ഷിച്ച്. ഇനി ഇതിൻ്റെ ആഫ്റ്റർ കെയർ ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ ഡയറ്റിൽ നല്ലോണം വൈറ്റമിൻസ് അടങ്ങിയ ഫുഡ് നിങ്ങൾ ധാരാളം കൺസ്യൂം ചെയ്യാൻ നോക്കുക. അതായത് വൈറ്റമിൻ B12, ബയോട്ടിൻ, അതുപോലെ വൈറ്റമിൻ ഇ, അതുപോലെ സിങ്ക്, മഗ്നീഷ്യം, ഈ കണ്ടൻസ് ഒക്കെ അടങ്ങിയ ഫുഡ് നിങ്ങൾ ധാരാളം കൺസ്യൂം ചെയ്യാൻ നോക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് അത് പറ്റിയില്ലെങ്കിൽ ഞാൻ 2 ടാബ്ലറ്റ് പറഞ്ഞുതരാം. ഇപ്പോൾ കേരാഗ്ലോ മെൻ എന്ന ടാബ്ലറ്റ് ഉണ്ട്, അത് പുരുഷന്മാർക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ കേരാഗ്ലോ ഈവ എന്ന ടാബ്ലറ്റ് ഉണ്ട്, അത് സ്ത്രീകൾക്ക് യൂസ് ചെയ്യാം. ഡെയിലി ഒരെണ്ണം ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ചോ ഡിന്നറോ കഴിഞ്ഞ് ഒരെണ്ണം കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ ഹെയർ വാഷ് റൂട്ടീൻ നിങ്ങൾ വീക്കിലി 2 times വേണം ഹെയർ വാഷ് ചെയ്യാൻ. അതും മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു വെച്ചാൽ യൂസ് ചെയ്യാവുള്ളൂ. ഒരിക്കലും ഹാർഷായ പ്രൊഡക്ട്സ് ഒന്നും ഈ ഒരു ടൈമിൽ യൂസ് ചെയ്യരുത്.
പിന്നെ നിങ്ങൾ മസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ മുടിയിൽ കളറിങ്ങോ സ്ട്രൈറ്റിംഗ് പോലത്തെ കാര്യങ്ങൾ ഒന്നും ചെയ്യരുത്. നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങൾ എന്തെങ്കിലും നമ്മുടെ മുടിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വന്ന ഹെയർ ഡാമേജ് ആകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ശരിക്കും കെയർ ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ ഈ 3 സെറംസും നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് അഫോർഡബിൾ അത് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യുക, നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയോളം നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. ബെല്ലൈക്കൺ ഞെക്കിന്ന് പറടാ. ഞെക്കി സർ. ഗുഡ്.